സുഗമോ ദേവിയുടെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ത്യാഗരാജൻ്റെ വണ്ടി ഒറ്റപ്പെട്ട നിലയിൽ കണ്ടെത്തിയതിനെ തുടർന്ന് തേവർക്കാട്ട് തനുജ ചന്ദ്രമതിയോട് പറയുന്നു, നന്ദനും ഗിരിയും തന്നെയായിരിക്കും ഇതിൻ്റെ പിന്നിൽ. ചന്ദ്രോത്ത് വീട്ടിൽ വീണ്ടും സങ്കടത്തിൻ്റെ നിമിഷങ്ങൾ പെയ്തൊഴിയാതെ നിൽക്കുന്നു. കാരണം ത്യാഗരാജൻ്റെ മിസ്സിങ്ങിനെ തുടർന്ന് പോലീസുകാർ നന്ദനെ അറസ്റ്റ് ചെയ്യാൻ വരുന്നു. പിന്നെ കാണിക്കുന്നത് ദേവി വീട്ടിൽ ചെല്ലുന്നുണ്ട്. മാധവൻ്റെ വീടിന് മുന്നിലാണല്ലോ ത്യാഗരാജൻ്റെ വണ്ടി ഒറ്റപ്പെട്ട നിലയിൽ കിടക്കുന്നത്. അപ്പോൾ ഇതിന് പിന്നിൽ ഇവരാണെന്ന കാര്യം പോലീസുകാർ ഉറപ്പിക്കുന്നുണ്ട്. തേവർക്കാട്ടുകാരും ഉറപ്പിക്കുന്നു നന്ദനായിരിക്കും ഇതിൻ്റെ പിന്നിലെന്ന്. ഒരു പ്രശ്നം ഒഴിയുമ്പോൾ അടുത്ത പ്രശ്നം ഉടനെ ചന്ദ്രോത്തിനെ തേടി വരുന്നുണ്ട്. അതേസമയം കാണിക്കുന്നു ത്യാഗരാജനെ ഗുണ്ടകൾ പൊതുരെ തല്ലുന്നുണ്ട്. അന്നേരം ത്യാഗരാജൻ പറയുന്നു, നീ ആണാണെങ്കിൽ എന്നെ കെട്ടഴിച്ച് വിടടാന്ന് പറയുന്നുണ്ട്. ത്യാഗരാജനെ എതിരിടാൻ ധൈര്യമുള്ള ശത്രു ആരാണെന്നുള്ളത് വീഡിയോയിൽ കാണിക്കുന്നില്ല. എസ്തഫാനോ കാർത്തികേയനോ അല്ലെങ്കിൽ തനുജിയൊക്കെ ആയിരിക്കും. ഇവരിൽ ആരെങ്കിലും ആകാം ഈ മറഞ്ഞു നിൽക്കുന്ന എതിരാളിയെന്ന് എനിക്ക് തോന്നുന്നു. എസ്തഫാനെ സ്വന്തം മോളെ പോലെയാണല്ലോ ദേവികയെ കാണുന്നത്. എസ്തഫാൻ ഒരു ഗുണ്ടയും കൂടിയാണല്ലോ. ഇനി അദ്ദേഹമാണോ എന്ന് അറിയില്ല. ത്യാഗരാജനെ നേരിടാൻ കരുത്തുള്ള ശത്രു ആരാണെന്ന് കാത്തിരുന്ന് കാണാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.